ഫസ്റ്റിനും സെക്കൻഡിൽ നിന്ന് ഒരു വ്യത്യാസമുണ്ട് തേർഡിന്. തൻ്റെ പിന്നാലെ ആരെങ്കിലും ഉണ്ടോ, ഉണ്ടെങ്കിൽ അത് ആര് എന്ന് ജോർജ് കുട്ടിക്ക് അറിയാൻ മേല. 2009 ഞാൻ ഈ സ്ക്രിപ്റ്റ് എഴുതുന്നത്. ആ സമയത്ത് എനിക്ക് ലാൽ സാറിൻ്റെ മുഖമൊന്നും ഒന്നും മനസ്സിലില്ല. ഒരു ക്യാരക്ടറാണ് ജോർജ് കുട്ടി. ഞാനിവിടെ നമ്മളൊരു ആർട്ടിസ്റ്റിലേക്കൊന്നും ആക്ടറിലേക്കൊന്നും പോയിട്ടില്ലായിരുന്നു. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ മനുഷ്യൻ, വളരെ നല്ലൊരു മനുഷ്യൻ, ഒത്തിരി നന്മകളുള്ള ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, ലൈഫിലൊരു പോയിന്റിൽ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അയാൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ, അയാളുടെ ഒരു ഐഡിയോളജിയോ അല്ലെങ്കിൽ എത്തിക്സിനൊക്കെ എഗനസ്റ്റ് ആയിട്ട് അയാൾക്ക് പ്രവർത്തിക്കേണ്ടി വന്നു. പക്ഷേ അയാളുടെ കാഴ്ചപ്പാടിൽ അയാൾ ചെയ്യുന്നത് ശരിയാണ്. സിനിമയിലെ ഡയലോഗ് പറയുന്ന പോലെ, എൻ്റെ ശരികൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും, എൻ്റെ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഞാൻ എന്തും ചെയ്യും എന്ന് പറഞ്ഞ് അദ്ദേഹം ഒത്തിരി ശരിയാണ് നിയമവിരുദ്ധമായ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ പിന്നെ നമ്മൾ പറയല്ലേ, ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു കൈൻഡ് ഓഫ് മാനസികാവസ്ഥയിൽ നിന്നാണ് ജോർജ് കുട്ടി ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ജോർജ് കുട്ടിക്കും ജോർജ് കുട്ടിയുടെ ഫാമിലിക്കും ജോർജ് കുട്ടിയെ സ്നേഹിക്കുന്നവരുടെ പെർസ്പെക്റ്റീവിൽ ജോർജ് കുട്ടി വളരെ നല്ലൊരു മനുഷ്യനാണ്. പക്ഷെ അതുകൊണ്ട് അഫക്റ്റഡ് ആകുന്ന വ്യക്തികൾ, ഇപ്പോൾ പ്രഭാകറായാലും ഗീതാ പ്രഭാകറായാലും അതുപോലെ വേറെ പല രീതിയിൽ, ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരായാലും വേറെ ഏതെങ്കിലും രീതിയിൽ ജോർജ് കുട്ടി യൂസ് ചെയ്യപ്പെട്ടു എന്ന് അറിഞ്ഞവർക്കും ജോർജ് കുട്ടി ഒരു നല്ല മനുഷ്യനല്ല. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് പെർസ്പെക്റ്റീവ്. ഇപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾക്കും എല്ലാവരുടെയും മുന്നിൽ നമ്മൾ നല്ല മനുഷ്യരൊന്നുമല്ല. ചിലരുടെ മുന്നിൽ നല്ല മനുഷ്യരാണ്. നമ്മളെ സ്നേഹിക്കുന്നവർ ചിലപ്പം സ്നേഹിക്കുന്നവരുടെ മുമ്പിൽ നമ്മൾ നല്ല മനുഷ്യരാണ്. നമ്മളെ ഇഷ്ടമില്ലാത്തവർക്ക് നമ്മൾ വളരെ മോശക്കാരനായ ഒരു മനുഷ്യനാണ്. സോ അത് തന്നെയാണ് ഇതിനുള്ള ഉത്തരം. ഇത് പെർസ്പെക്റ്റീവാണ്. ഓരോരുത്തരുടെ കാഴ്ചപ്പാടിൽ അത് മാറും. പക്ഷേ ആസ് എ ക്രിയേറ്റർ ഞാൻ ജോർജ് കുട്ടി ഒരു നല്ല മനുഷ്യനായിട്ട് തന്നെയാണ്. കാരണം അതൊരു സർവൈവൽ അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൈറ്റാണ് ആക്ച്വലി. സോ ഫോർ മീ ജോർജ് കുട്ടി ഈസ് എ വെരി നോബിൾ, ജോർജ് കുട്ടി ഈസ് എ വെരി ഗുഡ് മാൻ. ദൃശ്യം 3 മെയ് 21 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അതിനെക്കുറിച്ച് എന്താണ് സാറിൻ്റെ ഈ സമയത്തുള്ള സാറിൻ്റെ തോട്ട്സ് എന്തൊക്കെയാണ്? ഇത്രയും ഒത്തിരി തവണ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇത്രയും വലിയൊരു സദസ്സ് കിട്ടിയപ്പോഴും ഇത്രയും ക്യാമറാസും ഫ്രണ്ടിലുള്ളതുകൊണ്ട് ഞാനത് ഒന്നുകൂടെ പറയുകയാണ്. ഞാൻ പറയുന്നത് ആരും അംഗീകരിക്കാറില്ല, പക്ഷെ എന്നാലും ഞാൻ പറയും. ദൃശ്യം ഇസ് എ ഫാമിലി ഡ്രാമ. അതൊരു സസ്പെൻസ് ട്വിസ്റ്റ് എൻ്റർടൈൻ അല്ലെങ്കിൽ ത്രില്ലർ സിനിമയല്ല. ഫോർ മീ ഇറ്റ്സ് എ ഇമോഷണൽ ഫാമിലി ഡ്രാമ. കാരണം ആ കഥയുടെ വളർച്ചയിൽ ജോർജ് കുട്ടിയുടെയും അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ കഥ പറഞ്ഞു അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ്, അതിൻ്റെ ഒരു വളർച്ചയിൽ, കഥാഗതിയുടെ വളർച്ചയിൽ ചില സംഭവവികാസങ്ങൾ നിങ്ങളെ സർപ്രൈസ് ചെയ്യിച്ചിട്ടുണ്ടാവാം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ സർപ്രൈസസ് മാത്രം എടുത്തെന്നല്ല, അത് ഉയർത്തിക്കാട്ടിയപ്പോൾ എവിടെയോ രണ്ട് അച്ഛന്മാരുടെയും രണ്ട് അമ്മമാരുടെയും ഒക്കെ ഇമോഷൻസ് താന്നുപോയി എന്നുള്ളൊരു ദുഃഖം എനിക്കുണ്ടായിരുന്നു. ഞാൻ പലതവണ പറയാൻ ശ്രമിക്കുമ്പോഴും ആൾക്കാരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം ദേ ആർ ത്രിൽഡ് വിത്ത് ദാറ്റ് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് വാട്ട് എവർ ഇറ്റ് ഈസ്. സോ ഫോർ മീ ഫസ്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജോർജ് കുട്ടിയുടെ ഒരു റിഫ്ലെക്സ് ആക്ഷനാണ്. ആക്ച്വലി ജോർജ് കുട്ടി ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഒരു നോർമൽ മനുഷ്യനാണ്. ഒരു കോമൺ സെൻസ് ഉണ്ട്. ആൻഡ് അയാളുടെ നോളജ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾ അക്വേർഡ് ഫ്രം ഫിലിംസ്. അപ്പോൾ അതിൽ നിന്ന് പുള്ളി ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഭാര്യ തുടങ്ങി വെച്ച ഒരു കാര്യം, മകളൊരു അബദ്ധം കാണിച്ചു, അപ്പം തന്നെ ഭാര്യ അതെടുത്ത് ഹൈഡ് ചെയ്തു. പിന്നെ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. ആൻഡ് ഹീസ് ട്രൈങ് ടു പ്രൊട്ടക്ട്. അപ്പോൾ അവിടെ കുറച്ച് എന്താ പറയുക ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള മൂവ്സ് നടത്തി. അതായിരുന്നു ഫസ്റ്റ്. സെക്കൻഡ് എന്ന് പറയുന്നത് അതിലും ജോർജ് കുട്ടി ഭയങ്കര അലേർട്ടാണ്. മേ ബി ഇത്രയും സേഫാക്കി വെച്ചെങ്കിലും പോലീസ് എന്ത് വേണമെങ്കിലും തന്നിലേക്ക് എത്താമെന്നുള്ള പ്രതീക്ഷയുള്ള ഒരു ഡിഫൻസ് സിസ്റ്റം സെറ്റ് ചെയ്ത് വെച്ചു, വന്നാൽ ഇൻ കേസ്. അതായിരുന്നു സെക്കൻഡ്. തേർഡിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് സേഫാണ്. അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ സാറ്റിസ്ഫൈഡ് ആയി അവർക്ക് വേണ്ടത് തിരിച്ചു കിട്ടി അവർ പോയി. എങ്കിലും ജോർജ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭയമാണ്. ആരാണ്
ഇനി തൻ്റെ പിന്നാലെ ഉള്ളതെന്ന്. ഇപ്പം തേർഡ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഐ എം കോൺസെൻട്രേറ്റിംഗ് ഓൺ ജോർജ് കുട്ടീസ് ഇമോഷൻസ്, ഹിസ് ഫിയർ, അയാളുടെ പേടിയും അയാളുടെ എന്താ പറയുക ഇമോഷൻസിലുമാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഇത്തവണ ഫസ്റ്റിലും സെക്കൻഡിൽ നിന്ന് ഒരു വ്യത്യാസമുണ്ട് തേർഡിന്. തൻ്റെ പിന്നാലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ആര് എന്ന് ജോർജ് കുട്ടിക്ക് അറിയാൻ പറ്റില്ല. ഫസ്റ്റിലും സെക്കൻഡിലും ആരാണ് തൻ്റെ പിന്നാലെ എന്ന് വ്യക്തമായ ധാരണയുണ്ട്. പോലീസുണ്ട്, വേറൊരു ഫാമിലി ഉണ്ട്. പക്ഷെ 3 അദ്ദേഹം ഫേസ് ചെയ്യുന്ന 2 എൻഡ് എങ്ങനെയായിരുന്നു നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാവുമല്ലോ. അതായത് നമ്മുടെ അടുത്ത വരവിനായി അതിനെ പ്രതിരോധിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതിനാണ് അയാൾക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത്. അപ്പൊ സത്യത്തിൽ അയാൾ ആ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ അയാൾക്ക് പോലും ഉറപ്പില്ല പോലീസ് വരുമെന്ന്. സോ ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്, ഇരുട്ടിത്തപ്പുവാണ്. എനിക്കാണ് ഏറ്റവും അപകടകരമായ ഒരു സിറ്റുവേഷനാണത്. അപ്പോൾ ദൃശ്യം 3 കൂടുതൽ ജോർജ് കുട്ടിയുടെ ഇമോഷൻസും ജോർജ് കുട്ടിയുടെ ഫിയറുമാണ്. ഓഫ് കോഴ്സ് കുറച്ച് നിങ്ങളെ സർപ്രൈസ് ചെയ്യുന്ന എലിമെന്റ്സ് ഒന്നും ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അത് മാത്രമല്ല ദൃശ്യം 3. സോ അതുകൊണ്ട് ഒരു പരിധിക്കപ്പുറം അത് എക്സ്പെക്ട് ചെയ്ത് സിനിമ കാണാൻ പറയരുത്. യു വിൽ ഗെറ്റ് ഡിസപ്പോയിന്റഡ്.